ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം 31-ാമത്തെ അധ്യായം. ഇതിൽ 15-ാമത്തെ ശ്ലോകം വരെ എടുത്തു. ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് കേൾക്കാം. അതുവരെയുള്ള ഭാഗങ്ങളൊന്ന് ചൊല്ലി നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതേ ചതുർത്ഥസ്കന്ധേ അഥ ഏകത്രിംശോऽധ്യായः. മൈത്രേയ ഉവാച തത ഉൽപ്പന്ന വിജ്ഞാന ആശ്വാദോക്ഷജഭാഷിതം സ്മരന്താത്മജേ ഭാര്യാം വിസൃജ്യ പ്രാവ്രജൻ ഗൃഹാത് ദീക്ഷിതാ ബ്രഹ്മസത്രേണ സർവഭൂതാത്മമേധസാ പ്രതീച്യാം ദിശി വേലായാം സിദ്ധോ ഭൂത്യത്ര ജാജലി താൻ നിർജിത പ്രാണമനോവചോദൃശോ ജിതാസനാൻ ശാന്തസമാനവിഗ്രഹാൻ പരേമലേ ബ്രഹ്മണി യോജിതാത്മന സുരാസുരേഡ്യോ ദദൃശേ സ്മ നാരദ തമാഗതം ദൗത്ഥായ പ്രണിപത്യാഭിനന്ദ്യ ച പൂജയിത്വാ യഥാദേശം സുഖാസീനമഥാ ബ്രുവൻ പ്രചേതസ ഊജുഃ സ്വാഗതം തേ സുരർഷേദ്യ ദിഷ്ട്യാ നോ ദർശനം ഗത തവ ചംക്രമണം ബ്രഹ്മന്നഭയായ യഥാരവേः യദാദിഷ്ടം ഭഗവതാ ശിവേനാഥോക്ഷജേന ച തദ്ഗൃഹേഷു പ്രസക്താനാം പ്രായശക്ഷപിതം പ്രഭോ തന്ന പ്രദ്യോതയാധ്യാത്മജ്ഞാനം തത്വാർത്ഥദർശനം യേനാഞ്ജസാ തരിഷ്യാമോ ദുസ്തരം ഭവസാഗരം. മൈത്രേയ ഉവാച ഇതി പ്രചേതസാം പൃഷ്ടോ ഭഗവന്നാരദോ മുനി ഭഗവത്യുത്തമശ്ലോക ആവിഷ്ടാത്മാ ബ്രവീൻ നൃപാൻ. നാരദ ഉവാച തജ്ജന്മതാനി കർമാണി തദായുസ്തന്മനോവചഃ നൃണാം യേനേഹ വിശ്വാത്മാ സേവ്യതേ ഹരിരീശ്വരഃ കിം ജന്മഭിസ്ത്രിഭിർവേഹ ശൗക്ലസാവിത്രയ യാജ്ഞികൈഃ കർമ്മഭിർവാ ത്രയീ പ്രോക്തൈഃ പുംസോപി വിബുധായുഷാ ശ്രുതേന തപസാ വാ കിം വചോഭിശ്ചിത്തവൃത്തിഭിः ബുദ്ധ്യാ വാ കിം നിപുണയാ ബലേനേന്ദ്രിയരാധസാ കിം വാ യോഗേന സാഖ്യേന ന്യാസസ്വാധ്യായയോരപി കിം വാ ശ്രേയോഭിരാ അന്യൈശ്ച നയത്രാത്മപ്രദോ ഹരിഃ. ശ്രേയസാമപി സർവേഷാം ആത്മാ ഹ്യവധിരർത്ഥത സർവേഷാമപി ഭൂതാനാം ഹരിരാത്മാത്മദപ്രിയഃ. യഥാ തരോർമൂലനിഷേചനേന തൃപ്യന്തി തൽസ്കന്ധഭുജോപശാഖാഃ പ്രാണോപഹാരാച്ചേതേന്ദ്രിയാണാം തഥൈവ സർവാർഹണമച്യുതേജ്യ. യഥൈവ സൂര്യാൽ പ്രഭവന്തി വാരഃ പുരശ്ച തസ്മിൻ പ്രവിശന്തി കാലേ ഭൂതാനി ഭൂമൗ സ്ഥിരജംഗമാനി തഥാ ഹരാവേവ ഗുണപ്രവാഹഃ. 15-ാമത്തെ ശ്ലോകം കഴിഞ്ഞു. ഇനി 16-ാമത്തെ ശ്ലോകമാണ്. ഏതത് പദം ജഗദാത്മനഃപരം സകൃദ്വിഭാതം സവിതുര്യഥാ പ്രഭാ യഥാസവോ ജാഗൃതി സുപ്തശക്തയോ ദ്രവ്യക്രിയാജ്ഞാനഭിദാഭ്രമാത്യയാ. ഏതത് പദം തജ്ജഗദാത്മനഃപരം സകൃദ്വിഭാതം സവിതുര്യഥാ പ്രഭാ യഥാസവോ ജാഗൃതി സുപ്തശക്തയോ ദ്രവ്യക്രിയാജ്ഞാനഭിദാഭ്രമാത്യയ. ഇവിടെ ഏതത് പദം തജ്ജഗദാത്മനഃപരം, ഈ കാണുന്ന ഈ വിശ്വം, ആ പ്രപഞ്ചത്തിൻ്റെ പരമാത്മാവായിരിക്കുന്ന ഈശ്വരൻ്റെ ഏറ്റവും ഉപരിയായിട്ടുള്ള ആ സ്ഥാനം തന്നെയാണ്. ഏറ്റവും വലിയ സ്ഥാനമാണ് ആ പ്രപഞ്ചത്തിന് കൊടുക്കുന്നത്. ഈശ്വരനും പ്രപഞ്ചവും ഒന്ന് തന്നെ എന്നുള്ള നിലയ്ക്കാണ് പറയുന്നത്. സൂര്യൻ്റെ ആ പ്രകാശം, ആ ചിലപ്പോൾ പ്രകാശിക്കുന്നത് എപ്രകാരമാണോ അതുപോലെ സകൃത് വിഭാതം സവിതുര്യഥ, എപ്രകാരമാണോ സൂര്യൻ്റെ ആ പ്രകാശം ആ പ്രഭാതകാലത്ത് പ്രകാശിക്കുന്നത്, അതുപോലെ ആ ജാഗ്രത അവസ്ഥയിൽ യഥാസവോ ജാഗ്രതി സുപ്തശക്തിയോ, ആ ജാഗ്രത അവസ്ഥയിൽ ആ ഇന്ദ്രിയങ്ങളെ എപ്രകാരമാണോ എഴുന്നേൽക്കുന്നത്, ഉണരുന്നത്, അതുപോലെ സുഷുപ്തിയിൽ അത് ലീനങ്ങളാകുന്നതും
ഏതു ആകുന്നുവോ അപ്രകാരമാണ് പ്രപഞ്ചം പ്രകാശിക്കുന്നതും അല്ലാതാകുന്നതും. ഇത് അതിൻ്റെ ഉദാഹരണമായിട്ടുള്ളതാണ് പറഞ്ഞാണ്. അപ്പോൾ ഈശ്വരൻ ദ്രവ്യം, ക്രിയ, ജ്ഞാനം എന്നീ ഭേദങ്ങളാലുള്ള ആ ഭ്രമങ്ങൾക്ക് ഇതിൽ ഈശ്വരൻ എന്ന് പറയുന്ന ആൾ ആ ദ്രവ്യം, ക്രിയ, ജ്ഞാനം, ഭേദം ഇവയാലുള്ള ഈ ഭ്രമങ്ങൾക്കൊക്കെ അതീതനാണ് ആ ഈശ്വരൻ എന്ന് പറയുന്നത്. അതാണ് യഥാസവോ ജാഗ്രത സുപ്തശക്തയോ ദ്രവ്യക്രിയാജ്ഞാനഭിതാഭ്രമാത്യയ. അപ്പോൾ നമുക്ക് പദങ്ങൾ നോക്കാം. ഏതൽ ഈ കാണുന്ന വിശ്വം, പ്രകാരം നമ്മൾ ഈ കാണപ്പെടുന്ന വിശ്വം, ജഗദാത്മനഃ ആ പ്രപഞ്ചത്തിൻ്റെ ആത്മാവായിരിക്കുന്ന ആ വിശ്വം, ആ പ്രപഞ്ചത്തിൻ്റെ ആത്മാവായിരിക്കുന്ന ആ ഈശ്വരൻ്റെ ഏറ്റവും ഉപരിയായിട്ടുള്ള, ഏറ്റവും മേലെയുള്ള ആ പദം തന്നെയാണ്, ഉത്തമസ്ഥാനമാണ് ആ പ്രപഞ്ചം എന്ന് പറയുന്നത്. ആ പ്രപഞ്ചത്തിൻ്റെ ആത്മാവായിരിക്കുന്ന ഈശ്വരൻ്റെ ഏറ്റവും ഉപരിയായിട്ടുള്ള ആ സ്ഥാനമാണ്. സൂര്യൻ ആ പ്രകാശം, സവിദുഹു സൂര്യൻ്റെ ആ പ്രകാശം ചിലപ്പോൾ പ്രകാശിക്കുന്നത് എപ്രകാരം ആണോ, ചിലപ്പോൾ പ്രകാശിക്കും, ചിലപ്പോൾ സൂര്യൻ അസ്തമിക്കും. ആ കർമ്മങ്ങളൊക്കെ ഇങ്ങനെ നിറവേറ്റുന്നത് എപ്രകാരമാണോ, അതുപോലെ ജാഗ്രത അവസ്ഥയിലെ ആ ഇന്ദ്രിയങ്ങൾ, അസവഹ ആ ഇന്ദ്രിയങ്ങൾ എപ്രകാരമാണോ പ്രകാശിക്കുന്നത് അല്ലെങ്കിൽ ഉണരുന്നത്, സുഷുപ്തിയിൽ അത് ലീനങ്ങളാകുന്നു. ഏതു വിധത്തിലോ അപ്രകാരം ആണ് ഈ പ്രപഞ്ചം പ്രകാശിക്കുന്നതും അല്ലാതാകുന്നതും. ഈശ്വരനിലാണ് ഈ പ്രപഞ്ചം പ്രകാശിക്കുന്നതും അതുപോലെ അത് ലീനമാകുന്നതും അല്ലാതാകുന്നതും. അപ്പോൾ എന്നാൽ ഈശ്വരൻ ആ ദ്രവ്യം, ക്രിയ, ജ്ഞാനം എന്നീ ഭേദങ്ങൾക്ക് അവയാലുണ്ടാകുന്ന ആ ഭ്രമങ്ങൾക്ക് അതീതരാണേനും. ഇങ്ങനെയാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഏതൽ പദം തജ്ജഗദാത്മനപരം സകൃതിവിഭാതം സവിതുര്യഥാ പ്രഭാ യഥാസവോ ജാഗ്രതി സുപ്തശക്തയോ ദ്രവ്യക്രിയാജ്ഞാനഭിതാഭ്രമാത്യയ. അതിലത്തെ പദങ്ങൾ നോക്കാം. ഏതൽ ഈ കാണുന്ന വിശ്വം, ജഗദാത്മനഃ പ്രപഞ്ചത്തിൻ്റെ ആത്മാവായിരിക്കുന്ന ഈശ്വരൻ്റെ, പരം ഏറ്റവും ഉപരിയായിട്ടുള്ള തത് ആ പദം, സ്ഥാനം തന്നെ. സവിദുഹു സൂര്യൻ്റെ പ്രഭ പ്രകാശം, സകൃത് ചിലപ്പോൾ, വിഭാതം പ്രകാശിക്കുന്നത്, യഥാ എപ്രകാരമോ, ജാഗ്രത അവസ്ഥയിലെ അസവഹ ഇന്ദ്രിയങ്ങൾ യഥാ എപ്രകാരമോ, സുപ്തശക്തയ സുഷുപ്തിയിൽ ലീനങ്ങളാകുന്നതും ഏത് വിധമോ അപ്രകാരമാണ് പ്രപഞ്ചം പ്രകാശിക്കുന്നതും അല്ലാതാകുന്നതും. ഈശ്വര ദ്രവ്യക്രിയാജ്ഞാനഭിതാഭ്രമാത്യ ഈശ്വരൻ ദ്രവ്യം, ക്രിയ, ജ്ഞാനം എന്നീ ഭേദങ്ങൾക്ക് ആ ഭ്രമങ്ങൾക്ക് അവയുടെ ആ ഭ്രമങ്ങൾക്ക് അതീതമായിട്ടുള്ള അവസ്ഥയാണ് ഈശ്വരൻ്റെ അവസ്ഥ. ഒന്നും കൂടി പറയാം. ഏതത് ഈ കാണുന്ന വിശ്വം, ജഗദാത്മനഃ ആ പ്രപഞ്ചത്തിൻ്റെ ആത്മാവായിരിക്കുന്ന ഈശ്വരൻ്റെ, പരം ഏറ്റവും ഉപരിയായിട്ടുള്ള തത് ആ പദം, ആ സ്ഥാനം തന്നെ. സവിദുഹു ആ സൂര്യൻ്റെ പ്രകാശം, സകൃത് ചിലപ്പോൾ പ്രകാശിക്കുന്നത് എപ്രകാരമാണോ, ആ ജാഗ്രത അവസ്ഥയിലെ ആ ഇന്ദ്രിയങ്ങൾ എപ്രകാരമാണോ ഉണരുന്നത്, സുഷുപ്തിയിൽ ലീനങ്ങളാകുന്നതും. അപ്പോൾ അതാണ് സവിദുഹു സൂര്യൻ്റെ പ്രകാശം, സകൃത് ചിലപ്പോൾ, വിഭാതക പ്രകാശിക്കുന്നത്, യഥാ എപ്രകാരമോ, ജാഗ്രത അവസ്ഥയിലെ അസവഹ ഇന്ദ്രിയങ്ങൾ യഥാ എപ്രകാരമാണോ, സുപ്തശക്തയ സുഷുപ്തിയിൽ ലീനങ്ങളാകുന്നതും ഏതു വിധമോ അപ്രകാരമാണ് പ്രപഞ്ചം പ്രകാശിക്കുന്നതും അല്ലാതാകുന്നതും. ഈശ്വര ദ്രവ്യജ്ഞാന അഭിതാഭ്രമാത്യയ ഈശ്വരൻ ദ്രവ്യം, ക്രിയാജ്ഞാനം എന്നീ ഭേദങ്ങളാലുള്ള ഭ്രമങ്ങൾക്ക് അതീതനത്രേ. അപ്പോൾ ഇതിലത്തെ അന്വയം വന്നിട്ട് ഏതത് ജഗദാത്മനഃ പരം തത് പദം സവിതുഹു പ്രഭാ സകൃത് വിഭാതം യഥാ ജാഗ്രതി അസവഃ യഥാ സുപ്തശക്തയഃ ഈശ്വരഃ ജ്ഞാനഭിതാഭ്രമാത്യയഃ. എന്നും കൂടി പറയാം. ഏതത് ജഗദാത്മനഃ പരം തത് പദം സവിതുഹു പ്രഭാ
സകൃത് വിഭാതം യഥാ ജാഗ്രതി അസവഹ യഥാ സുപ്തശക്തയഃ ഈശ്വരഃ ദ്രവ്യക്രിയാജ്ഞാനഭിധാഭ്രമാത്യയഃ. അതാണ് അന്വയം. അപ്പോൾ ഈ കാണുന്ന വിശ്വം പ്രപഞ്ചത്തിൻ്റെ ആത്മാവായിരിക്കുന്ന ഈശ്വരൻ്റെ ഏറ്റവും ഉപരിയായിട്ടുള്ള ആ പദം തന്നെ, സ്ഥാനം തന്നെ. സൂര്യൻ്റെ പ്രകാശം ചിലപ്പോൾ പ്രകാശിക്കുന്നത് എപ്രകാരമാണോ, ജാഗ്രത അവസ്ഥയിലെ ആ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നത് എപ്രകാരമാണോ, അതുപോലെ സുഷുപ്തിയിൽ ആ ഇന്ദ്രിയങ്ങൾ എപ്രകാരമാണോ ലീനമാകുന്നത്, അതേ വിധം തന്നെയാണ് പ്രപഞ്ചം പ്രകാശിക്കുന്നതും അല്ലാതാകുന്നതും. ഈശ്വരൻ ഈ ഇവയ്ക്കൊക്കെ മുകളിലാണ്. ദ്രവ്യം, ക്രിയ, ജ്ഞാനം എന്നീ ഭ്രമങ്ങൾക്കൊക്കെ അതീതനും ആണ് എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അപ്പോൾ ഈ പ്രപഞ്ചം ഭഗവാന്റെ സ്വരൂപം തന്നെയാണ്. ആ സൂര്യനിൽ നിന്നും പ്രഭ വേറെയില്ല. ജാഗ്രത്തിൽ ആ ഇന്ദ്രിയങ്ങൾ പ്രകാശിക്കുന്നു, സുഷുപ്തിയിൽ അവ അവ്യക്തങ്ങളായിത്തീരുന്നു. ഭഗവാൻ ത്രിവിധങ്ങളായിരിക്കുന്ന ആ അഹങ്കാര കാര്യങ്ങളിൽ നിന്നും അതിനു കാരണമായിരിക്കുന്ന ആ ഭേദക്രമത്തിൽ നിന്നും ഭേദഭ്രമത്തിൽ നിന്നും അതീതൻ ആകുന്നു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ പ്രപഞ്ചം ആ ഈശ്വരനിൽ നിന്നും ഭിന്നമല്ല. എപ്രകാരം എന്ന പ്രകാശം ആദിത്യനിൽ നിന്നും വ്യത്യസ്തമല്ല. എന്നാൽ വ്യത്യസ്തമെന്ന് തോന്നാൻ കാരണം എന്തെന്ന് പറയുന്നു. ജാഗ്രത അവസ്ഥയിൽ ഇന്ദ്രിയങ്ങൾ കാര്യക്ഷമങ്ങളാണ്. സുഷുപ്തി അവസ്ഥയിൽ അവയുടെ ശക്തി ലീനമായിട്ട് കിടക്കുന്നു. ഭഗവാൻ ദ്രവ്യം, ക്രിയം, ജ്ഞാനം എന്നീ 3 വിധം അഹങ്കാരങ്ങളുടെയും സാത്വിക, രാജസ, താമസ അഹങ്കാരങ്ങൾ അതിൻ്റെയും അധിപനാണ്. ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥമായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു, വർഷകാലത്ത് സൂര്യനിൽ നിന്നും ജലം പുറപ്പെടുന്നു. ഗ്രീഷ്മകാലത്തിൽ ആ ജലം ആവിരൂപേണ ആ സൂര്യനിൽ പ്രവേശിക്കുകയും ചെയ്യുന്നു. സ്ഥിരങ്ങളും ചരങ്ങളുമായിരിക്കുന്ന സർവ്വഭൂതങ്ങളും ഭൂമിയിൽ നിന്ന് ജനിക്കുന്നു, ഭൂമിയിൽ തന്നെ നിലനിൽക്കുന്നു. നാശകാലത്തിൽ ഭൂമിയിൽ ലയിക്കുകയും ചെയ്യുന്നു. ഇതുപോലെ ആ സൃഷ്ടികാലത്തിൽ ആ ശ്രീഹരിയിൽ നിന്നും സർവവും ഉണ്ടാകുന്നു. സ്ഥിതികാലത്തിൽ ആധാരഭൂതനായിരിക്കുന്ന ശ്രീഹരിയെ ആശ്രയിച്ച് നിലനിൽക്കുന്നു. സംഹാരകാലത്തിൽ സർവാധിഷ്ഠിതങ്ങളായിരിക്കുന്ന ആ ശ്രീഹരിയിൽ തന്നെ ലയിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈശ്വരനാകുന്ന ആ പരമകാരണത്തോടു കൂടിയിരിക്കുന്ന ഈ കാണപ്പെടുന്ന വിശ്വം ഈശ്വരനിൽ നിന്നും വേറെയല്ല. സൃഷ്ടി സമയത്തിൽ ലോകരൂപേണ വിളങ്ങുകയാണ് ചെയ്യുന്നത്. പ്രളയ സമയത്തിൽ ഈശ്വരനിൽ അടങ്ങുകയും ചെയ്യുന്നു. സൂര്യനിൽ നിന്നും പുറപ്പെടുന്ന പ്രഭ സൂര്യനിൽ നിന്നും ഭിന്നം അല്ല, വേറെയല്ല. അതുപോലെ വിശ്വവും ആ ഈശ്വരനിൽ നിന്നും ഭിന്നനല്ല. സർവം വിഷ്ണുമയം ജഗത് എന്ന ആ വേദപ്രമാണം ജനങ്ങളെ ബോധിപ്പിക്കുന്ന ശ്ലോകമാണിത്. ജാഗ്രത അവസ്ഥയിൽ പ്രവൃത്തികളിൽ പ്രവേശിക്കുന്ന ഇന്ദ്രിയങ്ങൾ സുഷുപ്തി അവസ്ഥയിൽ അടങ്ങിയിരിക്കുന്നത് പോലെ വിശ്വം സൃഷ്ടികാലത്തിൽ വെളിപ്പെട്ട് കാണപ്പെടുന്നു. പ്രളയത്തിൽ അത് ലയിക്കുകയും ചെയ്യുന്നു. പഞ്ചമഹാഭൂതങ്ങൾ, പഞ്ചതന്മാത്രകൾ എന്ന് പറയപ്പെടുന്ന ദ്രവ്യങ്ങൾ, ആ ക്രിയാരൂപങ്ങളായി കാണപ്പെടുന്ന ആ ഇന്ദ്രിയങ്ങൾ, ജ്ഞാനരൂപങ്ങളായിട്ട് അനുഭവപ്പെടുന്ന ആ ഇന്ദ്രിയാധിഷ്ഠിത ദേവതകൾ എന്ന ആ ഭേദപ്രീതി ആ ഈശ്വരനിൽ ഇല്ലാത്തത് ആ ജഗദ്രൂപകൻ ആകുന്നുവെങ്കിലും നിർവികാരനായിരിക്കുന്നത് കൊണ്ടാണ്. അതാണ് ഈ ശ്ലോകത്തിൻ്റെ പൂർണ്ണമായിരിക്കുന്ന ഒരർത്ഥം. ഇനി വ്യാഖ്യാനം നോക്കാം. അപ്പോൾ വ്യാഖ്യാനത്തിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതഃ സർവാത്മാനം ഈശ്വരം ആത്മൈകഭാവേന ഭജത്വം. കിംച ഏതദ് വിശ്വം, ഈ കാണപ്പെടുന്ന വിശ്വം വിഷ്ണോഹപരം, വിഷ്ണുവിനും മേലെയായിട്ടുള്ള ആ വ്യാപകത്വം, ആ വിഷ്ണുവിൻ്റെ സൃഷ്ടിയിൽ നിന്നും
വിഷ്ണുവിൻ്റെ ഏറ്റവും പരമമായിരിക്കുന്ന പദമാണ്. കിംജ ഏതദ് വിശ്വം വിഷ്ണോഹ പരംപദം. അത് കിംജ ഈ വിശ്വം വിഷ്ണുവിൻ്റെ ഏറ്റവും പരമമായിരിക്കുന്ന പദമാണ് തതഹ. അതുകൊണ്ട് ഉത്പന്നത്വാത് ആ സൃഷ്ടിയിലും അതുപോലെ തതഹ പൃഥങ്നഹ അതിൻ്റെ ആ അവസാനത്തെ അവസ്ഥയിൽ സൃഷ്ടിയിലും സംഹാരത്തിലും സൃഷ്ടിസ്ഥിതി സംഹാരത്തിലും അതിൽ നിന്നും ഒരിക്കലും ആ വിഷ്ണുവിൻ്റെ ആ പരമമായ പദത്തിൽ നിന്നും ഒരിക്കലും വ്യത്യസ്തം അല്ല എന്നുള്ളതാണ് പറയുന്നത്. കിംച ഏതദ് വിശ്വം വിഷ്ണോ പരം പദം. അപ്പം അതുകൊണ്ട് ഈ പ്രപഞ്ചം വിഷ്ണുവിൻ്റെ പരമായിരിക്കുന്ന പദം തന്നെയാണ്. തതഹ ഉൽപ്പന്നത്വാൽ തതഹ പൃഥങ്ന. അപ്പോൾ അത് സൃഷ്ടിയിലും അതുപോലെ അതിൻ്റെ ആ അവസാനത്തെ അവസ്ഥയിലും, അതായത് ആ പ്രളയത്തിലും, സൃഷ്ടിയിലും സൃഷ്ടിയെ കൊണ്ടോ പ്രളയത്തെ കൊണ്ടോ ഒന്നും അത് വിഷ്ണുവിൽ നിന്നും ഭിന്നമല്ല, ഈശ്വരനിൽ നിന്നും ഭിന്നമല്ല എന്നുള്ളതാണ്. കിഞ്ച ഏതൽ വിശ്വം വിഷ്ണോഹ പരം പദം തതഹ ഉൽപ്പന്നത്വാൽ തതഹ പൃഥങ്ന എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. അടുത്ത ശ്ലോകം 17. യഥാ നഭസ്യഭ്രതമപ്രകാശ ഭവന്തി ഭൂപാന ഭവന്ത്യനുക്രമാത് ഏവം പരേ ബ്രഹ്മണി ശക്തയസ്ത്വമൂരജസ്തമ സത്വമിതി പ്രവാഹഃ. യഥാ നഭസ്യഭ്രതമ പ്രകാശ ഭവന്തി ഭൂപാന ഭവന്ത്യനുക്രമാത് ഏവം പരേ ബ്രഹ്മണി ശക്തയസ്ത്വമൂരജസ്തമ സത്വമിതി പ്രവാഹഃ. അപ്പോൾ അല്ലയോ രാജാക്കന്മാരെ, ആകാശത്തിൽ എപ്രകാരമാണോ മഴക്കാറ് കൊണ്ട് ആ ഇരുട്ടും വെളിച്ചവും ഇങ്ങനെ മാറി മാറിയിട്ട് ഓരോന്നായിട്ട് അനുഭവപ്പെടുന്നത്, ആവിർഭവിക്കുകയും അപ്രത്യക്ഷമാകുകയും ചെയ്യുന്നത്, അതുപോലെ തന്നെയാണ് അതുപോലെ തന്നെയാണ് ആ പരബ്രഹ്മത്തിൽ ഈ രജസ് സത്വം തമസ് തുടങ്ങിയിട്ടുള്ള ഗുണങ്ങൾ അവിടെ ഈ ശക്തികൾ ഉടലെടുക്കുമ്പോൾ ആ പരബ്രഹ്മത്തിൽ അതുപോലെയാണ് സത്വം രജസ് തമസ് എന്നുള്ള ആ ഗുണങ്ങൾ ഉടലെടുക്കുമ്പോൾ ആ സൃഷ്ടിയുടെ പ്രവാഹം ഇവിടെ ഉണ്ടാവണം. സൃഷ്ടിയുടെ പ്രവാഹം കാലകർമ്മ ഗുണാശ്ച നിവഹ അത് തന്നെ. അപ്പോൾ ഹേ ഭൂപാഹ, അല്ലയോ രാജാക്കന്മാരെ, നഭസി ആകാശത്തിൽ അഭ്രതമ പ്രകാശ മഴക്കാറ് കൊണ്ടുള്ള ഇരുട്ടും വെളിച്ചവും അനുക്രമാത് ഓരോന്നോരോന്നായിട്ട് ഭവന്തി ആവിർഭവിക്കുകയും ഭവന്തി അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നു. യഥാ നഭസ്യഭ്രതമ പ്രകാശ ഭവന്തി ഭൂപ ഭവന്ത്യനുക്രമാത്. അപ്പോൾ ഹേ ഭൂപ, അല്ലയോ രാജാക്കന്മാരെ, നഭസി ആകാശത്തിൽ അഭ്രതമഹ പ്രകാശ മഴക്കാറ് കൊണ്ടുള്ള ഇരുട്ടും വെളിച്ചവും അനുക്രമാത് ഓരോന്നോരോന്നായിട്ട് ഭവന്തി ആവിർഭവിക്കുകയും ഭവന്തി അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നത് യഥാ എങ്ങനെയാണോ അതുപോലെയാണ്. ഏവം പരേ അപ്രകാരം തന്നെ പരേ ബ്രഹ്മണി ആ പരബ്രഹ്മത്തിലെ രജസ്തമസ്ത്വമൂസ് പരേ ബ്രഹ്മണി ശക്തയസ്ത്വമൂരജസ്തമ ആ പരബ്രഹ്മത്തിലെ രജസ്തമസത്വം, രജസ്സും തമസ്സും സത്വം ആയിരിക്കുന്ന ഈ ശക്തികൾ, അമൂശക്തികൾ, ഈ ശക്തികൾ അതിൽ ഉടലെടുക്കുമ്പോൾ, പരബ്രഹ്മത്തിൽ ഈ ഗുണങ്ങളെല്ലാം ഉടലെടുക്കുന്ന സമയത്ത് ഇപ്രകാരം ഇങ്ങനെ ആ പ്രവാഹ സൃഷ്ടിയുടെ പ്രവാഹം ഉണ്ടാവുന്നു. എന്നുകൂടി പറയാം അടുത്ത പദങ്ങൾ. ഹേ ഭൂപാഹ, അല്ലയോ രാജാക്കന്മാരെ, നഭസി ആകാശത്തിൽ അഭ്രതമഹ പ്രകാശ മഴക്കാറ് കൊണ്ടുള്ള ഇരുട്ടും വെളിച്ചവും അനുക്രമാത് ഓരോന്നോരോന്നായിട്ട് ഭവന്തി ആവിർഭവിക്കുകയും ഭവന്തി അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നു. അത് യഥാ എങ്ങനെയോ ഏവം ഇപ്രകാരം തന്നെ പരേ ബ്രഹ്മണി ആ പരമമായ ബ്രഹ്മത്തിൽ രജസ്തമസത്വം, രജസ് തമസ സത്വം എന്നീ അമൂഹു ശക്തയ ഈ ശക്തികൾ ഉടലെടുക്കുമ്പോൾ ഇങ്ങനെ ആ പ്രവാഹ സൃഷ്ടിയുടെ
പ്രവാഹം ഉണ്ടാകുന്നു. അപ്പോൾ ഇതിലത്തെ അന്വയം വന്നിട്ട് ഹേ ഭൂപാഹ നഭസി അഭ്രതമഃ പ്രകാശഃ അനുക്രമാത് ഭവന്തി ന ഭവന്തി യഥാ ഏവം പരേ ബ്രഹ്മണി രജസ്തമസ്സത്വം അമൂശക്തയഃ ഇതി പ്രവാഹഃ. എന്നുകൂടി പറയാം. ഹേ ഭൂപാഹ നഭസി അഭ്രതമപ്രകാശഃ അനുക്രമാത് ഭവന്തി ന ഭവന്തി യഥാ ഏവം പരേ ബ്രഹ്മണി രജസ്തമസ്സത്വം അമൂശക്തയഃ ഇതി പ്രവാഹഃ. അല്ലയോ രാജാക്കന്മാരെ, ആകാശത്തിൽ ആ മഴക്കാറ് കൊണ്ടുള്ള ഇരുട്ടും വെളിച്ചവും ഓരോന്നോരോന്നായിട്ട് ആവിർഭവിക്കുകയും അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നത് എപ്രകാരമാണോ അപ്രകാരമാണ് പരബ്രഹ്മത്തിൽ സത്വം, രജസ്, തമസ് എന്നീ ശക്തികൾ ഉടലെടുക്കുമ്പോൾ ഈ സൃഷ്ടിയുടെ പ്രവാഹം ഉണ്ടാകുന്നത്. അപ്പോൾ അല്ലേ ഈ മൂന്ന് വിധത്തിലുള്ള അഹങ്കാരങ്ങൾ, ഈ അഹങ്കാരങ്ങളെ പ്രകാശിപ്പിക്കുമ്പോൾ സൃഷ്ടി അവയെ തന്നിലേക്ക് ലയിപ്പിക്കുമ്പോൾ പ്രപഞ്ചത്തിന് ഭംഗം ഇതൊക്കെ വരണു. അപ്പോൾ ആദിത്യൻ രശ്മികളെ വമിച്ച് പ്രകാശിക്കുന്നത് പോലെ, ആദിത്യൻ രശ്മികളെ വമിപ്പിച്ച് പ്രകാശിക്കുന്നത് പോലെ ഈശ്വരൻ സ്വശക്തികളെ പ്രപഞ്ചരൂപത്തിൽ വിക്ഷേപിക്കുകയാണ്. തമ്മിൽ ഭേദമില്ല എന്നർത്ഥം. അല്ലയോ പ്രചേതസ്സുകളെ, ആകാശത്തിൽ മേഘങ്ങൾ പ്രകാശത്തിന് വിഘ്നം വരുത്തുന്നത് പോലെ ത്രിഗുണങ്ങൾ ഈശ്വരപ്രകാശത്തിന് മങ്ങലേൽപ്പിക്കുന്നു, ക്ഷയിപ്പിക്കുന്നില്ല. മങ്ങലാണ് കാഴ്ച, നമ്മുടെ കാഴ്ച മറയ്ക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. പരബ്രഹ്മത്തിൽ രജസ്, തമസ്, സത്വം എന്നീ ഗുണങ്ങൾ വ്യാപരിക്കുമ്പോഴാണ് സൃഷ്ടിയാദികൾ ഉടലെടുക്കുന്നത്. അപ്പോൾ അതാണ് ഭൂപന്മാരെ, ആകാശത്തിൽ ഇടയ്ക്കിടയ്ക്ക് മേഘങ്ങളും ഇടയ്ക്ക് ഇരുട്ടും ഇടയ്ക്ക് പ്രകാശവും മാറി മാറി വരികയും പോവുകയും ചെയ്യുന്നത് എപ്രകാരമാണോ എങ്ങനെയോ അങ്ങനെയാണ് ആ പരാത്പരനായിരിക്കുന്ന ബ്രഹ്മത്തിലെ രജസ്, തമസ്, സത്വം എന്നീ ശക്തികൾ ഉടലെടുക്കുന്നതും ഇടയ്ക്ക് നശിക്കുന്നതും ആ സംസാരാദികളും ആ സൃഷ്ടിയാദികൾ അങ്ങനെ തന്നെയാണ് ഉണ്ടാവുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഈശ്വരനാകുന്ന ആ പരമകാരുണ്യത്തോടു കൂടിയിരിക്കുന്ന ഈ കാണപ്പെടുന്ന വിശ്വം ആ ഈശ്വരനിൽ നിന്നും വേറിട്ടതല്ല എന്ന് പറഞ്ഞു. സൃഷ്ടി സമയത്തിൽ ലോകരൂപേണ ഇത് വിളങ്ങുന്നു, പ്രളയ സമയത്തിൽ ഈശ്വരൻ അടങ്ങുകയും ചെയ്യണു. സൂര്യനിൽ നിന്നും പുറപ്പെടുന്ന പ്രഭ സൂര്യനിൽ നിന്നും ഭിന്നമല്ലാത്തതുപോലെ വിശ്വവും ഈശ്വരനിൽ നിന്നും ഭിന്നമല്ല. സർവം വിഷ്ണുമയം ജഗത് എന്ന വേദപ്രമാണമാണ് അത് പറയുന്നത്. അപ്പം ജാഗ്രത അവസ്ഥയിൽ പ്രവൃത്തികളിൽ പ്രവേശിക്കുന്ന ഇന്ദ്രിയങ്ങൾ സുഷുപ്തിയിൽ അടങ്ങിയിരിക്കുന്നത് പോലെ വിശ്വം ആ സൃഷ്ടികാലത്തിൽ വെളിപ്പെട്ട് കാണുകയും പ്രളയകാലത്തിൽ അത് ലയിക്കുകയും ചെയ്യുന്നു. പഞ്ചമഹാഭൂതങ്ങൾ, പഞ്ചതന്മാത്രകൾ എന്ന് പറയപ്പെടുന്ന ആ ദ്രവ്യങ്ങൾ, ക്രിയാരൂപങ്ങളായി കാണപ്പെടുന്ന ഇന്ദ്രിയങ്ങൾ, ജ്ഞാനരൂപങ്ങളായിട്ട് അനുഭവപ്പെടുന്ന ഇന്ദ്രിയാധിഷ്ഠിത ദേവതകൾ എന്ന ആ ഭേദപ്രീതി ഇല്ലാത്തത് ആ ജഗദ്രൂപനാകുന്നുവെങ്കിലും നിർവികാരനായിരിക്കുന്നത് കൊണ്ടാണ്. അസംഗോഹ്യം പുരുഷ, ഈ പരമപുരുഷൻ ഒന്നിലും സംഘമില്ലാത്തവനാകുന്നു എന്ന അർത്ഥമായിരിക്കുന്ന ശ്രുതിവാക്യത്തെ ശ്ലോകരൂപേണ നിർബന്ധിച്ചുകൊണ്ട് ഈശ്വരൻ അസംഗതനായതിനാൽ ലോകത്തിൻ്റെ ഉൽപ്പത്തിലയങ്ങൾ നിമിത്തം വികാരങ്ങൾ ഉണ്ടാകുന്നില്ലെന്ന് മുമ്പേ പറഞ്ഞതിനെ തന്നെ ആ ആകാശ ദൃഷ്ടാന്തത്താൽ വീണ്ടും പറയുകയാണ്. ആകാശത്തിൽ ചിലപ്പോൾ മേഘങ്ങളുടെ ചലനവും അന്ധകാരത്തിൻ്റെയും പ്രകാശത്തിൻ്റെയും വ്യാപ്തിയും ഉണ്ടാകാറുണ്ട്. എങ്കിലും ഇവയുടെ ആ ചലനാദികൾ നിമിത്തം ആകാശത്തിൽ യാതൊരു മാലിന്യവും ബാധിക്കുന്നില്ല. അതുപോലെ പരബ്രഹ്മത്തിൽ ഉണ്ടാകുന്ന രജോ ഗുണം, തമോ ഗുണം, സത്വഗുണം എന്ന ശക്തികളും ലോകത്തിൻ്റെ സൃഷ്ടി, സംഹാരം, സ്ഥിതി എന്നിവയും ഇതൊക്കെ പരബ്രഹ്മത്തിലെ ഈ രജോ ഗുണം, തമോ ഗുണം, സത്വഗുണം എന്നീ ശക്തികൾ ആ ലോകത്തിൻ്റെ സൃഷ്ടി, സംഹാരം സ്ഥിതി എന്നിവയും
ഇതൊക്കെ ആ പരബ്രഹ്മത്തെ ആശ്രയിക്കുന്നുവെങ്കിലും അത് നിമിത്തം ആ പരബ്രഹ്മത്തിന് ഒരു വികാരവും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ ഇതിലത്തെ വ്യാഖ്യാനം എന്താ പറഞ്ഞാൽ നോക്കാം. യഥാനഭസി എപ്രകാരമാണോ ആകാശത്തിലെ മേഘതമപ്രകാശ, മേഘം കൊണ്ട് ആ തമസ്സും ആ മേഘം മാറിയാൽ പ്രകാശവും ഭവന്തി ന ഭവന്തി ഉണ്ടാകുന്നതും ഇല്ലാതാകുന്നതും, അതുപോലെ ഏവം പരംബ്രഹ്മണി അപ്രകാരം അപരബ്രഹ്മത്തിലെ ശക്തയ ഉദ്ഭവന്തി, ആ ഗുണങ്ങളുടെ ശക്തികൾ ഉത്ഭവിക്കുകയും ലയിക്കുകയും ചെയ്യുന്നു. ഈ സത്വരജസ്തമോ ഗുണങ്ങളാകുന്ന ശക്തികൾ ഉത്ഭവിക്കുകയും ലയിക്കുകയും ചെയ്യുന്നു എന്നാണ് വ്യാഖ്യാനത്തിൽ പറയുന്നത്. യഥാനഭസി മേഘതമഃ പ്രകാശ, എപ്രകാരമാണോ ആകാശത്തിലെ മേഘങ്ങൾ, കാർമേഘങ്ങൾ കൊണ്ട് തമസ്സുണ്ടാകുന്ന, അന്ധകാരം ഉണ്ടാവും. കാർമേഘങ്ങൾ പോയാൽ അവിടെ പ്രകാശവും ഉണ്ടാവും. മേഘതമഃ പ്രകാശ ഭവന്തി ന അഭവന്തി ഏവം അപ്രകാരം ബ്രഹ്മണി, ആ ബ്രഹ്മത്തിലെ പരബ്രഹ്മത്തിലെ ശക്തേഹ ശക്തികൾ ഉദ്ഭവന്തി ശക്തികൾ ഉത്ഭവിക്കുകയും അതുപോലെ അത് ലീയന്തേ അത് അതിൽ തന്നെ ലയിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഒന്നുകൂടി പറയാം. യഥാനഭസി മേഘതമഃ പ്രകാശ ന ഭവന്തി ഏവം ബ്രഹ്മണി ശക്തയഃ ഉദ്ഭവന്തി ലീയന്തേ. അപ്പോൾ അടുത്ത ശ്ലോകം നോക്കാം. അടുത്ത ശ്ലോകം 18ാമത്തെ ശ്ലോകം. തേനൈകമാത്മാനമശേഷദേഹിനാം കാലം പ്രധാനം പുരുഷം പരേശം സ്വതേജസാധ്വസ്തഗുണപ്രവാഹം ആത്മൈകഭാവേന ഭജധ്വമദ്ധ. തേനൈകമാത്മാനമശേഷദേഹിനാം കാലം പ്രധാനം പുരുഷം പരേശം സ്വതേജസാധ്വസ്തഗുണപ്രവാഹമാ ആത്മൈകഭാവേന ഭജധ്വമദ്ധ. അപ്പോൾ അതുകൊണ്ട് ആ സർവശരീരികളുടെയും ആ ഒരേ ഒരു ആത്മാവായിരിക്കുന്ന ആ കാലത്തെ മൂലപ്രകൃതിയായിട്ടും പുരുഷനായിട്ടും തൻ്റെ ആ തേജസ് കൊണ്ട് ആ പ്രവാഹരൂപം ആയിരിക്കുന്ന ആ ലോകത്തെ ധ്വംസിക്കുന്നവനും ആയിരിക്കുന്ന ആ പരമേശ്വരനെ തന്നിൽ നിന്നും അന്യനല്ലെന്ന ഭാവത്തോടെ ഉടനെ ഭജിക്കുവിൻ. തേനൈകമാത്മാനമശേഷദേഹിനാം, നമ്മളുടെ ശരീരത്തിൽ നിന്നും ഭഗവാൻ വേറെയല്ല, ഭിന്നമല്ല. തേനൈകമാത്മാനം, നമ്മളുടെ ജീവനിൽ ആ ആത്മാവ് അശേഷദേഹിനാം കാലം പ്രധാനം, ആ ശരീരത്തിലുള്ള ആ ജീവനെ ആ മൂലപ്രകൃതിയായിട്ട് പുരുഷം, ആ പുരുഷനെ ആത്മാവായിട്ടും ജീവാത്മാവായിട്ടും സ്വതേജസ തൻ്റെ തേജസ് കൊണ്ട് ആ പ്രവാഹസ്വരൂപം, തൻ്റെ തേജസ് കൊണ്ട് ആ പ്രവാഹസ്വരൂപമായിരിക്കുന്ന ലോകത്തെ ഉണ്ടാക്കുകയും ധ്വംസിക്കുകയും ഒക്കെ ചെയ്യുന്ന ആ പരമേശ്വരനെ തന്നിൽ നിന്നും അന്യനല്ലെന്ന ഭാവത്തോടെ ഉടനെ തന്നെ എല്ലാവരും ഭജിക്കുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തേനൈകമാത്മാനമശേഷദേഹിനാം കാലം പ്രധാനം പുരുഷം പരേശം സ്വതേജസാധ്വസ്ത ഗുണപ്രവാഹമാത്മൈകഭാവേന ഭജദ്വമദ്ധ. തേന ആകയാൽ അശേഷദേഹിനാം സർവശരീരികളുടെയും ഏകം ഒരേ ഒരു ആത്മാവായിരിക്കുന്ന കാലം, ആ കാലസ്വരൂപനായിരിക്കുന്ന ഭഗവാൻ പ്രധാനം, ആ മൂലപ്രകൃതിയായിട്ടാണ് അദ്ദേഹത്തെ പറയുന്നത്. പുരുഷം അതുപോലെ പരമപുരുഷനായിട്ടും സ്വതേജസ തൻ്റെ ആ തേജസ് കൊണ്ട് ധ്വസ്തഗുണപ്രവാഹം പ്രവാഹസ്വരൂപമായിരിക്കുന്ന ആ ലോകത്തെ ധ്വംസിക്കുന്നവനുമായിരിക്കുന്ന പരേശം ആ പരമേശ്വരനെ ആത്മീകഭാവേന തന്നിൽ നിന്നും അന്യനല്ലെന്ന ഭാവത്തോടു കൂടിയിട്ട് അദ്ധ ഉടനെ ഭജധ്വ ഭജിക്കുവിൻ എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. തേനൈകമാത്മാനം അശേഷദേഹിനാം കാലം പ്രധാനം പുരുഷം പരേശം.
സ്വതേജസാ ആത്മൈകഭാവേന ഭജദ്വമദ്ധ. തേന ആകയാൽ അശേഷഭേദഹീനാം സർവശരീരികളുടെയും അശേഷദേഹിനാം സർവശരീരികളുടെയും ഏകഃ ഒരേ ഒരു ആത്മാനം ആത്മാവായിരിക്കുന്ന കാലം, ആ കാലത്തെ പ്രധാനം മൂലപ്രകൃതിയായിട്ടും പുരുഷനായിട്ടും സ്വതേജസ തൻ്റെ തേജസ്സിനാൽ ധ്വസ്തഗുണപ്രവാഹം പ്രവാഹസ്വരൂപമായിരിക്കുന്ന ലോകത്തെ ധ്വംസിക്കുന്നവനുമായിരിക്കുന്ന പരേശം ആ പരമേശ്വരനെ ആത്മൈകഭാവേന തന്നിൽ നിന്നും അന്യനല്ലെന്നുള്ള ഭാവത്തോടെ അദ്ധ ഉടനെ ഭജധ്വം ഭജിക്കുവിൻ. ഇന്നും കൂടി പറയാം. തേന ആകയാൽ അശേഷദേഹിനാം സർവശരീരികളുടെയും ഏകം ഒരേ ഒരു ആത്മാവായിരിക്കുന്ന കാലം, ആ കാലത്തെ പ്രധാനം മൂലപ്രകൃതിയായിട്ടും പുരുഷനായിട്ടും സ്വതേജസ തൻ്റെ തേജസ്സിനാൽ ധ്വസ്തഗുണപ്രവാഹം പ്രവാഹസ്വരൂപമായിരിക്കുന്ന ലോകത്തെ ധ്വംസിക്കുന്നവനും ആയിരിക്കുന്ന പരമേശ്വരനെ ആത്മീകഭാവേന തന്നിൽ നിന്നും അന്യനല്ലെന്ന ഭാവത്തോടെ അദ്ധ ഉടനെ ഭജധ്വം ഭജിക്കുവിൻ. അതിലത്തെ അന്വയം വന്നിട്ട് തേന അശേഷദേഹിനാം ഏകം ആത്മാനം കാലം പ്രധാനം പുരുഷം കാലം പ്രധാനം പുരുഷം സ്വതേജസാ ധ്വസ്തഗുണപ്രവാഹം പരേശം ആത്മൈകഭാവേന അദ്ധാ ഭജധ്വം. എന്നുകൂടി പറയാം. തേന അശേഷദേഹിനാം ഏകം ആത്മാനം കാലം പ്രധാനം പുരുഷം സ്വതേജസാ ധ്വസ്തഗുണപ്രവാഹം പരേശം ആത്മൈകഭാവേന അദ്ധാ ഭജധ്വം. അതായത് ആകയാൽ സർവശരീരികളുടെയും ഒരേയൊരു ആത്മാവായ ആ കാലത്തെ മൂലപ്രകൃതിയായിട്ടും പുരുഷനായിട്ടും തൻ്റെ തേജസ്സിനാൽ പ്രവാഹസ്വരൂപമായിരിക്കുന്ന ലോകത്തെ ധ്വംസിക്കുന്നവനും ആയിരിക്കുന്ന ആ പരമേശ്വരനെ തന്നിൽ നിന്നും അന്യൻ അല്ലെന്ന ഭാവത്തോടെ ഉടനെ ഭജിക്കുവിൻ. അപ്പോൾ ഇക്കാരണത്താൽ എല്ലാ ശരീരികളുടെയും ആത്മാവായും പ്രപഞ്ചത്തിൻ്റെ ഉപാദാന കാരണമായിട്ടും നിമിത്ത കാരണമായിട്ടും വർത്തിക്കുന്നവനും എല്ലാറ്റിനും ഈശനും പരമപുരുഷനും തൻ്റെ തേജസ് കൊണ്ട് നശിപ്പിക്കപ്പെട്ട ആ ഗുണങ്ങളോട് കൂടിയവനും ആയവനെ താനും ഭഗവാനും തമ്മിൽ ആ ഭേദമില്ലെന്ന ആത്മീകഭാവത്തിൽ ഉപാസിച്ചാലും അതുകൊണ്ട് സർവപ്രാണികളുടെയും ഒരേ ഒരു ആത്മാവായിട്ടും കാലമായിട്ടും പ്രധാനമായിട്ടും കർത്താവായും സ്ഥിതി ചെയ്യുന്നവനും തൻ്റെ തേജസ്സിനാൽ ഗുണപ്രവാഹം സ്വീകരിച്ച് വർത്തിക്കുന്നവനും ആയിരിക്കുന്ന ഭഗവാനെ തന്നെ ആത്മഭാവത്താൽ സാക്ഷാത്തായിട്ട് ഭജിക്കുക. അപ്പോൾ അതഃ സർവാത്മാനം ഈശ്വരം ആത്മീകഭാവേന ഭജധ്വം. അതുകൊണ്ട് ആ സർവാത്മാവായിരിക്കുന്ന ഈശ്വരനെ ആത്മഭാവത്തിൽ ഭജിച്ചാലും അതഃ സർവാത്മാനം ഈശ്വരം എല്ലാറ്റിൻ്റെയും ആത്മാവായിരിക്കുന്ന ആ ഈശ്വരനെ ആത്മീകഭാവേന സ്വന്തം ആത്മാവിനെ പോലെ അറിഞ്ഞ് ഭജിക്കുക. അതഃ സർവാത്മാനം ഈശ്വരം ആത്മീകഭാവേന ഭജധ്വം എന്നുള്ളതാണ് അതിലത്തെ വ്യാഖ്യാനത്തിൽ പറയുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. അടുത്ത ശ്ലോകത്തിൽ ദയയാ സർവഭൂതേഷു സന്തുഷ്ട്യാ യേന കേനവ
സർവേന്ദ്രിയോപശാന്ത്യാവാ തുഷ്യത്യാശു ജനാർദ്ദന. വളരെ പ്രധാനപ്പെട്ട ശ്ലോകം. ദയയാ സർവഭൂതേഷു, സർവഭൂതങ്ങളിലും ആ കാരുണ്യം ചൊരിയ. സന്തുഷ്ട്യായേനകേനവ, ദയയാ കാരുണ്യം കിട്ടുന്നതുകൊണ്ട്, എല്ലാ ജീവജാലങ്ങളിലും ആ കാരുണ്യം കിട്ടുന്നതുകൊണ്ട് സംതൃപ്തനാവുക. അതുപോലെ സർവേന്ദ്രിയോപശാന്ത്യ, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക. ഇവയാൽ ആ മഹാവിഷ്ണു പെട്ടെന്ന് തന്നെ സന്തോഷിക്കുന്നു. അപ്പം സർവജാലങ്ങളിലും സർവജീവജാലങ്ങളിലും ആ കാരുണ്യം കിട്ടുന്നതുകൊണ്ട് ആ സംതൃപ്തനാവുക. അതുപോലെ ആ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക. ഇവയാലൊക്കെ തന്നെ ആ മഹാവിഷ്ണു പെട്ടെന്ന് സന്തോഷിക്കുന്നു. ഇപ്പം നമ്മെ പോലെയുള്ള ജീവന്മാർ ആ ആത്മഭാവത്തിൽ ആ ഭഗവാനെ ഭജിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാരുണ്യത്തെ അറിയുമ്പോൾ ലഭിക്കണ ആ സന്തുഷ്ടി, ആ സന്തുഷ്ടിയിലും ആ സന്തുഷ്ടിയിൽ സംതൃപ്തനാവുക. അതുപോലെ ആ സർവേന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കാറാവുക. ഇവയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ ഭഗവാൻ പെട്ടെന്ന് തന്നെ എല്ലാവരിലും പ്രകാശിക്കുന്നു. അതാണ് പറഞ്ഞത്, ദയയാ സർവഭൂതേഷു സന്തുഷ്ട്യായേനകേനവ സർവേന്ദ്രിയോപശാന്ത്യാവ തുഷ്യത്യാശു ജനാർദ്ദന. സർവഭൂതേഷു, സകല ജീവജാലങ്ങളിലും ദയയാ കാരുണ്യം, ഏനകേനവ കിട്ടുന്നതുകൊണ്ട്, കാരുണ്യം കിട്ടുന്നതുകൊണ്ട് സന്തുഷ്ട്യ സംതൃപ്തനാവുക. സർവേന്ദ്രിയോപശാന്ത്യാവ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക. ഇവയാൽ ജനാർദ്ദന ആ മഹാവിഷ്ണു ആശു പെട്ടെന്ന് തുഷ്യതി സന്തോഷിക്കുന്നു. അപ്പോൾ തൻ്റെ തേജസ് കൊണ്ട് താനും ഭഗവാനും തമ്മിൽ ഭേദമില്ലെന്ന ആത്മീക ഭാവത്തിൽ ഉപാസിച്ചാലെന്ന് പറഞ്ഞു. ജീവജാലങ്ങളോടും ദയ കാണിക്കണം. ന്യായമായിരിക്കുന്ന മാർഗത്തിലൂടെ എന്തു കിട്ടുന്നുവോ അതുകൊണ്ട് തൃപ്തിപ്പെടുകയും വേണം. ജ്ഞാനേന്ദ്രിയങ്ങളെയും കർമ്മേന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കുകയും വേണം. ഇത്രയുമായാൽ മഹാവിഷ്ണു പെട്ടെന്ന് തന്നെ പ്രസാദിക്കും. എങ്ങനെയായാലാണ് മഹാവിഷ്ണു പ്രസാദിക്കുക എന്നുള്ളതാണ് അവിടെ പറഞ്ഞത്. എന്ത് ചെയ്യണം? ആദ്യമായിട്ട് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? സർവഭൂതങ്ങളിലും ദയ കാണിക്കുക. സർവഭൂതങ്ങളിലും ദയ കാണിക്കണം. അതുപോലെ സർവ്വജീവജാലങ്ങളും ദയ കാണിക്കണം. ന്യായമായിരിക്കുന്ന മാർഗത്തിലൂടെ എന്ത് കിട്ടുന്നുവോ, ന്യായം ആയിട്ടുള്ള മാർഗത്തിലൂടെ എന്ത് കിട്ടുന്നുവോ അവയെ കൊണ്ട് തൃപ്തിപ്പെടണം. ജ്ഞാനേന്ദ്രിയങ്ങളെയും കർമ്മേന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കാൻ കഴിവുള്ളവനാവണം. ഇങ്ങനെയൊക്കെ ആയാൽ തന്നെ ആ ഭഗവാൻ മഹാവിഷ്ണു പെട്ടെന്ന് തുഷ്ടിപ്പെടുന്നു, സന്തോഷം ഉള്ളവരായിത്തീരുന്നു. ദയയാ സർവഭൂതേഷു സന്തുഷ്ട്യാ ഏനകേനവ സർവേന്ദ്രിയോപശാന്ത്യാവ തുഷ്യത്യാശു ജനാർദ്ദന. സർവഭൂതേഷു ആ സകല ജീവജാലങ്ങളിലും ദയയാ കാരുണ്യം ഏനകേനവ കിട്ടുന്നതുകൊണ്ട് സന്തുഷ്ട്യ സംതൃപ്തനാവുക. സർവേന്ദ്രിയോപശാന്ത്യാവ സർവ ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കുക. ഇവയാൽ ജനാർദ്ദന മഹാവിഷ്ണു ആശു പെട്ടെന്ന് തന്നെ തുഷ്യതി സന്തോഷിക്കുന്നു. ഒന്നുകൂടി പറയാം. സർവഭൂതേഷു സകല ജീവജാലങ്ങളിലും ദയയാ കാരുണ്യം ഏനകേനവ കിട്ടുന്നതുകൊണ്ട്, സകല ജീവജാലങ്ങളിലും കാരുണ്യം കിട്ടുന്നതുകൊണ്ട് സന്തുഷ്ട്യ സംതൃപ്തനാവുക. സർവേന്ദ്രിയോപശാന്ത്യ വാ ആ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക. ഇവയാൽ ജനാർദ്ദന ആ ഭഗവാൻ ആശു പെട്ടെന്ന് തന്നെ തുഷ്യന്തി സന്തോഷിക്കുന്നു. സർവഭൂതേഷു സകല ജീവജാലങ്ങളിലും ദയയാ കാരുണ്യം ഏനകേനവ കിട്ടുന്നതുകൊണ്ട് സന്തുഷ്ട്യ സംതൃപ്തനാവുക. സർവേന്ദ്രിയോപശാന്ത്യ വാ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക. ഇവയാൽ ജനാർദ്ദന മഹാവിഷ്ണു ആശു പെട്ടെന്ന് തന്നെ തുഷ്യതി സന്തോഷിക്കുന്നു. അതിലത്തെ അന്വയം വന്നിട്ട്
സർവഭൂതേഷു ദയയാ യേന കേന വാ സന്തുഷ്ട്യാ സർവേന്ദ്രിയോപശാന്ത്യാ വാ ജനാർദ്ദനഃ ആശു തുഷ്യതി. എന്നുകൂടി പറയാം. സർവഭൂതേഷു ദയയാ യേന കേന വാ സന്തുഷ്ട്യാ സർവേന്ദ്രിയോപശാന്ത്യാ വാ ജനാർദ്ദനഃ ആശു തുഷ്യതി. അപ്പോൾ സകല ജീവജാലങ്ങളിലും കാരുണ്യം കിട്ടുന്നത് കൊണ്ട് അസംതൃപ്തനാവുക, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക, സർവ്വ ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കുക, ഇവയാൽ ആ മഹാവിഷ്ണു പെട്ടെന്ന് തന്നെ സന്തോഷിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ അതിനാൽ സർവപ്രാണികളുടെയും ഒരേ അത് പറഞ്ഞു, ജീവികളിലുമുള്ള ആ ദയ, സർവ്വജീവികളിലുമുള്ള ദയ കൊണ്ടും എന്തു കിട്ടിയാലും തൃപ്തിപ്പെടുന്ന ആ സ്വഭാവം കൊണ്ടും സർവേന്ദ്രിയ നിഗ്രഹങ്ങളും കൊണ്ടും ആ ജനാർദ്ദനൻ വേഗം സന്തോഷിക്കുന്നു. അപ്പോൾ സർവത്തിനും മൂലകാരണമായിരിക്കുന്ന ഹേതുവായാൽ ആ സകല ദേഹികളിലും ആത്മാവായിട്ടും അത് പറഞ്ഞാണല്ലോ അല്ലേ. അപ്പോൾ സർവാത്മാവായിരിക്കുന്ന ആ ഭഗവാൻ ഏതു വിധത്താൽ സന്തോഷിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. സന്തോഷിക്കും എന്നതിനെ ഉപദേശിക്കുകയാണ്. സർവപ്രാണികളിലും വസിക്കുന്ന ആത്മാവ് ഏകനായാൽ അവരിൽ എല്ലാം ദയുണ്ടായിരിക്കുന്നതുകൊണ്ടും പ്രാരബ്ധാനുസാരണം വന്നു ചേരുന്ന ഫലങ്ങളിൽ അതൃപ്തി കൂടാതെ സന്തോഷത്തോടുകൂടെ ഇരിക്കുന്നതുകൊണ്ടും വിഷയങ്ങളിൽ പ്രവേശിക്കുന്ന ഇന്ദ്രിയങ്ങളെ അവയിൽ ദോഷദർശന നിമിത്തം ഉപസംഹരിക്കുന്നതുകൊണ്ടും ഭക്തന്മാരുടെ അവിദ്യയെ നശിപ്പിച്ചിട്ട് ആത്മാനന്ദത്തെ പ്രകാശിപ്പിച്ച് ആ പരമപുരുഷാർത്ഥത്തെ നൽകുന്ന ആ ജനാർദ്ദനൻ ശ്രീഹരി അതിവേദത്തിൽ അങ്ങനെയൊക്കെ ചെയ്താൽ പ്രസാദിക്കും എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. സർവ്വജീവികളിലുമുള്ള ദയ കൊണ്ടും എന്ത് കിട്ടിയാലും തൃപ്തിപ്പെടുന്ന സ്വഭാവം കൊണ്ടും സർവേന്ദ്രിയങ്ങളെ കൊണ്ടും സർവേന്ദ്രിയ നിയന്ത്രണങ്ങളെ കൊണ്ടും ആ ജനാർദ്ദനൻ വേഗം സന്തോഷിക്കുന്നു. അപ്പോൾ ഇതിലത്തെ വ്യാഖ്യാനത്തിൽ എന്താ പറഞ്ഞത് നോക്കാം. സർവഭൂതേഷു ദയയാ, സർവഭൂതങ്ങളിലും ദയ, ഏനകേന പ്രകാരേണ, ഏതെല്ലാം വിധത്തിലാണോ കരുണയുണ്ടാവുക അതൊക്കെ കാണിച്ച് സന്തുഷ്ട്യ, സന്തോഷം, അതുപോലെ സർവേന്ദ്രിയോപശാന്ത്യ, സകല ഇന്ദ്രിയങ്ങളുടെയും ഉപശാന്തി, ഇതൊക്കെ ഉണ്ടാകുമ്പോൾ ഹരിസ്തുഷ്യതി, ആ ഭഗവാൻ പെട്ടെന്ന് തന്നെ തോഷിക്കുന്നു, സന്തോഷിക്കുന്നു. അപ്പോൾ സർവഭൂതേഷു ദയയാ, സർവഭൂതങ്ങളിലുമുള്ള ദയ കൊണ്ടും ഏനകേന സന്തുഷ്ട്യ, എന്തൊക്കെയാണോ കിട്ടിയത് അതുകൊണ്ട് എന്താണ് കിട്ടിയത് അതുകൊണ്ട് സംതൃപ്തി ഉണ്ടാകുക. ഏനകേന സന്തുഷ്ട്യ, എന്താണോ ഉള്ളത് അതുകൊണ്ട് തൃപ്തിപ്പെട്ടും സർവഭൂതങ്ങളിലും ദയ കാണിച്ചും സർവേന്ദ്രിയോപശാന്ത്യ, സർവ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചുകൊണ്ടും കർമ്മേന്ദ്രിയങ്ങൾ, ജ്ഞാനേന്ദ്രിയങ്ങൾ, പ്രാണേന്ദ്രിയങ്ങൾ ഇവയൊക്കെ നിയന്ത്രിച്ചുകൊണ്ട് ആരാണോ ഉപശാന്ത്യ ഭഗവാനെ ഭജിക്കുന്നത് അവർക്ക് അവരിൽ ഹരി തോഷിക്കുന്നു. അപ്പം സർവഭൂതേഷു ദയയാ ഏനകേന സന്തുഷ്ട്യ സർവേന്ദ്രിയോപശാന്ത്യ ച ഹരിസ്തുഷ്യതി ാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. അപ്പം അടുത്ത ശ്ലോകം അപഹതസകലൈഷണ ആമലാത്മന്യവിരതമേധിതഭാവനോപഹൂത നിജജനവശഗത്വമാത്മനോയൻ ന സരതി ഛിദ്രവദക്ഷര സ്വതാം ഹി. അപഹതസകലൈഷണാമലാത്മന്യവിരതമേധിതഭാവനോപഹൂത നിജജനവശഗത്വം ആത്മനോയൻ ന സരതി ഛിദ്രവദക്ഷര സതാം ഹി. അപ്പോൾ ആ സജ്ജനങ്ങളുടെ ആ ഏഷണാത്രയങ്ങളൊക്കെ നശിച്ചിട്ട് നിശ്ചലമായിട്ടുള്ള മനസ്സിൽ ഇടതളവില്ലാതെയായിട്ട് ആ വർദ്ധിച്ചു വരുന്ന ഭക്തിഭാവത്തോടു കൂടിയിട്ട്
ആ നാശരഹിതനായിരിക്കുന്ന ഈശ്വരൻ തൻ്റെ ആ ഭക്തന്മാർക്ക് താൻ അധീനൻ എന്നായിരിക്കുന്ന അവസ്ഥയെ ഉയർത്തിക്കൊണ്ട് ആ ഹൃദയാകാശത്തിൽ അവിടുന്ന് ആ ഹൃദയാകാശത്തിൽ നിന്നും അവിടുന്ന് ഒരിക്കലും വിട്ടുപോകുന്നില്ല എന്നുകൂടി പറയാം. സതാം അസജ്ജനങ്ങളുടെ അപഹത സകലൈഷണ അമലാത്മനി അപഹത സകലൈഷണാമലാത്മനി അപഹത സകലൈഷണാമലാത്മനി ആ ഏഷണാത്രയം നശിച്ച് ആ നിർമ്മലമായിട്ട് ഭവിച്ചിട്ടുള്ള മനസ്സിൽ നിർത്തും. അവിരതം ഇടതടവില്ലാത്ത ഏധിതഭാവനോപഗൂഹ വർദ്ധിച്ചു വരുന്ന ആ ഭക്തിഭാവത്തോടു കൂടിയവനാകയാൽ അക്ഷരഹ നാശരഹിതനായിരിക്കുന്ന ഈശ്വരൻ ആത്മനഃ തൻ്റെ നിജജനവശകത്വം ഭക്തന്മാർക്ക് താൻ അധീനനാണെന്നുള്ള അവസ്ഥ അയൻ ഉയർത്തിക്കൊണ്ട് ഛിദ്രവത് ഹൃദയാകാശം പോലെ ന സരതിഹി ഹൃദയത്തിൽ നിന്നും വിട്ടുപോകില്ല. ഒന്നുകൂടി പറയാം വാക്കുകൾ അതിൻ്റെ അർത്ഥവും. സതാം സജ്ജനങ്ങളുടെ അപഹത സകലൈഷണാമലാത്മനി ആ ഏഷണാത്രയം നശിച്ചിട്ട് നിർമ്മലമായിരിക്കുന്ന ആ മനസ്സിൽ അവിരതം ഇടതടവില്ലാതെ ഏധിതഭാവനോപഗൂഹ ആ വർദ്ധിച്ചു വരുന്ന ഭാവത്തോട് കൂടിയിരിക്കണ ആകയാൽ അങ്ങനെയുള്ള ആ ഭാവത്തോട് കൂടിയവനാകയാൽ അക്ഷരഹ നാശരഹിതനായിരിക്കുന്ന ഈശ്വരൻ തൻ്റെ നിജജനവശക അക്ഷരഹ നാശരഹിതനായിരിക്കുന്ന ആത്മനഹ തൻ്റെ നിജജനവശകത്വം ആ ഭക്തന്മാർക്ക് താൻ അധീനനാണെന്നുള്ള അവസ്ഥ നിജജനവശകത്വം ഭക്തന്മാർക്ക് താൻ അധീനനാണെന്നുള്ള ആ അവസ്ഥ അയൻ ഉയർത്തിക്കൊണ്ട് ഛിദ്രവത് ഹൃദയാകാശം പോലെ ന സരതിഹി ആ ഹൃദയത്തിൽ നിന്നും ഒരിക്കലും വിട്ടുപോകുന്നില്ല. ഇപ്പോൾ അതിലത്തെ അന്വയം വന്നിട്ട് സതാം അപഹത സകലൈഷണാമലാത്മനി അവിരതം ഏധിതഭാവനോപഹൂതഃ അക്ഷരഃ ആത്മനഃ നിജജനവശഗതാം അയൻ ഛിദ്രവത് ന സരതി ഹി എന്നുള്ളതാണ് അന്വയം വരിക. ഒന്നുകൂടി പറയാം. സതാം അപഹത സകലൈഷണാമലാത്മനി അവിരതം ഏധിതഭാവനോപഹൂതഃ അക്ഷരഃ ആത്മനഃ നിജജനവശകത്വം അയൻ ഛിദ്രവത് ന സരതിഹി. ഇതിൻ്റെ അർത്ഥം വന്നിട്ട് ആ സജ്ജനങ്ങളുടെ ആ ഏഷണാത്രയമൊക്കെ നശിച്ച് നിർമ്മലമായിട്ട് ഭവിച്ചിരിക്കുന്ന മനസ്സിൽ ഇടതടവില്ലാതെ ആ വർദ്ധിച്ചു വരുന്ന ഭക്തിഭാവത്തോട് കൂടിയവൻ ആയാൽ ആ നാശരഹിതനായിരിക്കുന്ന ഈശ്വരൻ തൻ്റെ ആ ഭക്തന്മാർക്ക് താൻ അധീനനാണെന്ന ആ അവസ്ഥ അതിനെ ഉയർത്തിക്കൊണ്ട് ആ അവസ്ഥയെ ഉയർത്തിക്കൊണ്ട് ആ ഹൃദയാകാശം പോലെ ആ ഹൃദയത്തിൽ നിന്നും അദ്ദേഹം ഒരിക്കലും വിട്ടുപിരിയണില്ല. ഇത്രയും ആയ മഹാവിഷ്ണു പ്രസാദിക്കും എല്ലാവിധത്തിലുമുള്ള കാമങ്ങളെയും ഏഷണാത്രയങ്ങളെ ത്യജിക്കുക. അങ്ങനെ മനസ്സിന് നൈർമല്യം സമ്പാദിച്ചിട്ട് അനുദിനം വർദ്ധിപ്പിക്കപ്പെട്ട ആ ഭക്തിയോടെ ഭഗവാനെ സാക്ഷാത്കരിക്കപ്പെട്ടാൽ താൻ ഭക്തദാസനാണെന്ന ഭാവം കൊണ്ട് ഈശ്വരൻ ഒരിക്കലും അവിടം വിട്ടുപോവുകയില്ല. ഹൃദയാകാശം ഹൃദയത്തെ ഉപേക്ഷിക്കാത്തതുപോലെയാണിത് ആണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. അപ്പോൾ സജ്ജനങ്ങളുടെ ആ ഏഷണാത്രയം ഇല്ലാതായതിനാൽ അവിശുദ്ധമായിരിക്കുന്ന മനസ്സിൽ നിരന്തരം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ആ ഭക്തിഭാവത്തെ കൊണ്ട് ആഹ്വാനം ചെയ്യപ്പെട്ട് ആ ഭഗവാൻ
തൻ്റെ ഭക്തർക്ക് അധീനനായിട്ട് അവിടെ ആകാശം പോലെ പിന്നെ ഒരിക്കലും അവിടെ നിന്ന് പുറത്തു പോകുന്നില്ല. അപ്പോൾ സർവാത്മാവായിരിക്കുന്ന ഭഗവാൻ ഏതുവിധം ആയാൽ സന്തോഷിക്കും എന്നുള്ളത് പറഞ്ഞു. എന്നതിന് ഉപദേശിച്ചു. സർവപ്രാണികളിലും വസിക്കുന്ന ആത്മാവ് ഏകനായാൽ അവരിൽ എല്ലാം ദയുണ്ടായിരിക്കുന്നത് കൊണ്ടും പ്രാരബ്ധാനുസരണം വന്നുചേരുന്ന ഫലങ്ങളിൽ അതൃപ്തി കൂടാതെ സന്തോഷത്തോടുകൂടെ ഇരിക്കുന്നത് കൊണ്ടും വിഷയങ്ങളിൽ പ്രവേശിക്കുന്ന ഇന്ദ്രിയങ്ങളെ അവയിൽ ദോഷദർശന നിമിത്തം ഉപസംഹരിക്കുന്നത് കൊണ്ടും ഭക്തന്മാരുടെ അവിദ്യയെ നശിപ്പിച്ചിട്ട് ആത്മാനന്ദത്തെ പ്രകാശിപ്പിച്ച് പരമപുരുഷാർത്ഥത്തെ നൽകുന്ന ആ ജനാർദ്ദനൻ ശ്രീഹരി അതിവേഗത്തിൽ പ്രസാദിക്കും. ലോകവാസന, അർത്ഥപുത്രാദിഭാവങ്ങളിലുള്ള വാസന, താല്പര്യം മുതലായ ദോഷങ്ങളുടെ ആ നിശേഷ നാശം നിമിത്തം സുപ്രസന്നമായിരിക്കുന്ന സജ്ജനാന്തക്കരണത്തിൽ അവരുടെ നിരന്തര ഭക്തിഭാവ നിമിത്തം നിത്യവും സന്നിധാനം ചെയ്തിരിക്കുന്ന ശ്രീ ഭഗവാൻ സകല ഐശ്വര്യപരിപൂർണൻ. അദ്ദേഹം ഹൃദയാകാശം എങ്ങനെ ഹൃദയത്തെ തന്നെ ആശ്രയിച്ചിരിക്കുന്നുവോ അതുപോലെ ഭക്തഹൃദയത്തെ തന്നെ ആശ്രയിച്ചിരിക്കും. ആ സ്ഥാനം വിട്ടുപോവുകയില്ല. ഇങ്ങനെ ആയിരിക്കുന്നത് കൊണ്ട് താൻ ഭക്തജനങ്ങൾക്ക് അധീനനാണെന്ന് ഭഗവാൻ ഭക്തന്മാരെ ധരിപ്പിക്കുന്നു. സ്വാത്മാവിൽ തന്നെ അവർക്കായിട്ട് ഈ വിധം നൽകുന്ന ആ ഭക്തവത്സലൻ പിന്നെ എന്തൊന്നിനെയാണ് നൽകാതിരിക്കുക? കിം ദുർലഭം ഭഗവതി പ്രസന്നേ ശ്രീനികേതനേ. ശ്രീപതി പ്രസാദിച്ചു കഴിഞ്ഞാൽ അലഭ്യമായിട്ടുള്ള വസ്തു പിന്നെ എന്താണ് ഉള്ളത് എന്നാണ് ആ ഭക്തജനങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ ഹരിർ ഭക്താധീനത്വം അവഗച്ഛൻ. ആ ഹരി അങ്ങനെ ആ ഭക്താധീനനായിട്ട് സതാം ആ സത്തുക്കളുടെ മനസ്സിൽ സദൈവ എപ്പോഴും തിഷ്ഠതി, എപ്പോഴും അദ്ദേഹം അവിടെ ഇരിക്കുന്നു. നാപയാതി, അവിടെ നിന്നും ഒരിക്കലും അവരുടെ ഹൃദയത്തിൽ നിന്നും ഒരിക്കലും ആ ഭഗവാൻ പോകുന്നില്ല. ഹരിർ ഭക്താധീനത്വം അവഗച്ഛൻ. ആ ഹരി ആ ഭക്താധീനത്വത്തിൽ അസ്വതന്ത്രനായിട്ട് സദാ ആ സത്തുക്കളുടെ മനസ്സിൽ സദൈവ തിഷ്ഠതി എപ്പോഴും നിൽക്കുന്നു. നാപയാതി, എപ്പോഴും അവിടെ പ്രകാശിച്ചുകൊണ്ട് അവിടെ നിന്നും മാറാതെ അവിടെ നിൽക്കുന്നു എന്നർത്ഥം. അപ്പോൾ ഹരിർ ഭക്താധീനത്വം അവഗച്ഛൻ സദാം മനസ്സി സദൈവ തിഷ്ഠതി നാപയാതി. ഇതാണ് അതിലത്തെ വ്യാഖ്യാനം. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ നോക്കുക. അടുത്ത ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ.